മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന തിരുവല്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം സെപ്റ്റംബർ 18-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം മാനേജർ അറിയിച്ചു. മധ്യ കേരളത്തിലെ ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മേജർ ക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ വില്വാദ്രിനാഥന്റെ നിറമാല മഹോത്സവം 2025 സെപ്റ്റംബർ 18-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 2-ാം തീയതി ആഘോഷപൂർവം കൊണ്ടാടുകയാണ്. ആയതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. കന്നിമാസത്തിലെ 30 വ്യാഴാഴ്ച വില്വാദ്രിനാഥന് നിറമാല മഹോത്സവം. മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും വില്വാദ്രിനാഥ നിറമാലയോടെയാണ്. കൊച്ചി രാജാവിന്റെ ഭരണകാലത്താണ് കന്നിമാസത്തിലെ ആദ്യ വ്യാഴം നിറമാലയായി കൊണ്ടാടുവാൻ തീരുമാനിച്ചത്. വില്വാദ്രിനാഥന് മുന്നിൽ വാദ്യോപാസന അർപ്പിച്ചുകൊണ്ട് ഉത്സവകാലത്തിന് തുടക്കം കുറിച്ചാൽ ആ ഉത്സവകാലം മോശം വരില്ലെന്ന് വാദ്യകലാകാരന്മാരും നിറമാല ദിവസം വില്വാദ്രിനാഥനെ വണങ്ങി ഉത്സവകാലത്തെ വരവേറ്റാൽ ആ ഉത്സവകാലം പഞ്ഞമില്ലാതെ കടന്നുപോകുമെന്ന് ആനയുടമകളും വിശ്വസിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ പ്രതിഫലേച്ഛയില്ലാതെ ആണ് കേരളത്തിലെ ഗജകേസരികളും വാദ്യകലാകാരന്മാരും നിറമാല സമർപ്പണത്തിനെത്തുക. അനേകം ആനകളും വാദ്യക്കാരും പ്രതിഫലേച്ഛ കൂടാതെ ഈ ക്ഷേത്രസന്നിധിയിൽ വന്ന് ഭഗവാനെ സേവിച്ച് പോകുന്ന പതിവാണ് നിറമാലയ്ക്കുള്ളത്. കൊച്ചി രാജാവിൻ്റെ കാലം മുതൽ തുടങ്ങിയ ഈ നിറമാലാഘോഷം ഓരോ വർഷവും ഭക്തജനങ്ങളാൽ വളരെയധികം ഭക്തജനങ്ങളുടെ കൊച്ചി രാജാവിൻ്റെ കാലത്ത് ആരംഭിച്ച ഈ നിറമാല ആഘോഷം എല്ലാ വർഷവും വളരെ ഭംഗിയായി നടന്നുപോരുന്നു. നിറമാല ദിവസത്തിൽ നിറമാല്യ ദർശനം, കലാമണ്ഡലം അച്യുതൻ, ഞരളത്ത് രാംദാസ്, സിന്ധു ശ്രീകുമാർ എന്നിവർ അവതരിപ്പിക്കുന്ന അഷ്ടപതി, പഴയന്നൂർ ഗോവിന്ദനും സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വരം, പാറപ്പുറത്ത് രാമചന്ദ്രൻ, പാറപ്പുറത്ത് ശ്രീകുമാർ എന്നിവർ അവതരിപ്പിക്കുന്ന ഇടതുടിവാദ്യത്തോടെയുള്ള ശീവേലി എഴുന്നള്ളിപ്പിനെ കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണിത്വത്തിൽ പഞ്ചാരിമേളം അകമ്പടി സേവിക്കും. ഉച്ചയ്ക്ക് കലാമണ്ഡലം രാധാമണിയും സംഘവും അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ, പ്രീതി തൊഴൂർ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, തുടർന്ന് കുനിശ്ശേരി അനിയന്മാരാരുടെ പ്രാമാണിത്വത്തിൽ പഞ്ചവാദ്യ അകമ്പടിയോടെ കാഴ്ച ശിവേലി നടക്കും. വൈകുന്നേരം പനമണ്ണ മഹേഷൻ സംഘവും അവതരിപ്പിക്കുന്ന നാദസ്വരം, നിറമാല, വിളക്കുവയ്പ്, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം അമ്പലപ്പുഴ വിജയകുമാർ, തിരുവല്ലാമല രഘുനന്ദന വാര്യർ എന്നിവർ അവതരിപ്പിക്കുന്ന സോപാന സംഗീതം, ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം, ആലുവ സ്വരലയ വർഷിണി അവതരിപ്പിക്കുന്ന ഭജൻസ്, മാസ്റ്റർ ശ്രീറാം അവതരിപ്പിക്കുന്ന തായമ്പക, ശുഗപുരം ദിലീപ്, ചെറുപ്പുളശ്ശേരി രാജേഷ്, കല്ലുവഴി പ്രകാശൻ എന്നിവർ അവതരിപ്പിക്കുന്ന തൃത്തായമ്പക, കലാമണ്ഡലം ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ മദ്ദളകേളി, മച്ചാട് പത്മകുമാറും സംഘവും അവതരിപ്പിക്കുന്ന കൊമ്പ് പറ്റ്, പഴയന്നൂർ ഗോവിന്ദനും സംഘവും അവതരിപ്പിക്കുന്ന കുഴൽപ്പറ്റ് എന്നിവയ്ക്ക് ശേഷം നടക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിനെ കുത്താമ്പുള്ളി മോഹനന്റെ നേതൃത്വത്തിൽ മേളം, പട്ടിപ്പറമ്പ് വിജയന്റെ പ്രാമാണിത്വത്തിൽ പഞ്ചവാദ്യം എന്നിവയും നടക്കും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കായി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും ഭക്തർ പോലീസിന്റെയും ദേവസ്വം ജീവനക്കാരുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ദേവസ്വം മാനേജർ വിജയകുമാർ അറിയിച്ചു. ഇവിടെ വന്ന് ഈ നിറമാല ആഘോഷത്തിൽ ഒരു വർഷം തുടങ്ങുന്ന ഉത്സവകാലങ്ങൾ തുടങ്ങുന്ന സമയം വാദ്യങ്ങൾ ആയാലും ആനയായാലും എഴുന്നള്ളിപ്പും പഞ്ചവാദ്യം, മേളം തുടങ്ങിയവയും കൊട്ടി പോകുന്നവർക്ക് ആ വർഷം മുഴുവൻ വളരെ ഐശ്വര്യപൂർണമായ ഒരു ഉത്സവക്കാലം ലഭിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അടുത്ത ദിവസം വ്യാഴാഴ്ച നടക്കുന്ന ഈ നിറമാല മഹോത്സവത്തിന് ആവശ്യമായ ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായി. നിറമാല ആഘോഷിക്കുവാൻ വരുന്ന ഭക്തജനങ്ങൾ
പോലീസ് ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ജീവനക്കാരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ച് വളരെ അച്ചടക്കത്തോടെ ഈ നിറമാല ഭംഗിയാക്കി തരണമെന്ന് അപേക്ഷിക്കുകയാണ്. കൂടാതെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ള സൗകര്യം, വൈദ്യസഹായത്തിന് ഉള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു തീർത്തിട്ടുണ്ട്. ആന എഴുന്നള്ളിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഭക്തജനങ്ങൾ കൂടുതൽ തിരക്ക് വരുന്ന സമയങ്ങളിൽ വളരെയധികം ശ്രദ്ധിച്ച് മറ്റ് അപകട സാധ്യതകളെല്ലാം ഒഴിവാക്കണമെന്നും ഒരു അപേക്ഷ കൂടിയുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും തിരുവല്ലാമല ശ്രീ വില്വാദ്രിനാഥൻ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എന്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.